Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നേ? ബോക്സർ ചേട്ടാ, ഞങ്ങളുടെ വീട്ടില് കറണ്ട് പ്രോബ്ലമാ, അതാ നോയിക്കൊണ്ടിരിക്കുന്നത്. വേഗം താഴെ ഇറങ്ങ്, എനിക്ക് നിങ്ങളെ കൊണ്ടൊരു കാര്യമുണ്ട്. താഴെ ഇറങ്ങ്. ഒരു 2 മിനിറ്റ് ബോക്സർ ചേട്ടാ, ഇത് ഇപ്പൊ തീരും, ഇപ്പൊ വരാം. നീ ഇറങ്ങുന്നോ അതോ ഞാൻ നിങ്ങളെ ഇറക്കിക്കണോ? ഇറങ്ങടാ വേഗം, ഇല്ലെങ്കിൽ ഞാൻ ഇറക്കുന്നു. വേഗം ഇറങ്ങിക്കോ, മര്യാദക്ക് ഇറങ്ങിക്കോ. ഇറങ്ങാനാ പറഞ്ഞു. അല്ല പത്ലു, ഇതെന്താ സംഭവിച്ചത്? ഇനി ബോക്സർ നമ്മളെ വെറുതെ വിടൂലല്ലോ പത്ലു. സോറി ബോക്സർ ചേട്ടാ, സോറി, തെറ്റുപറ്റിപ്പോയി. പക്ഷെ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഏണി വലിച്ചത്? അതിന് നിങ്ങൾ രണ്ടുപേരും സോറി എന്തിനാ പറയുന്നേ? അതൊന്നും സാരമില്ല. എന്റെ മോട്ടു ബോക്സറേട്ടൻ സ്നേഹത്തോടെ പറയുന്നത് കേട്ടില്ലേ? അവരോട് സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബോക്സറേട്ടാ, ഇവിടെ നടന്നതൊക്കെ ഞങ്ങൾ വേണോന്ന് വെച്ച് ചെയ്തതല്ലല്ലോ. എങ്കിലും ക്ഷമ ചോദിക്കുന്നു. വെരി സോറി. നിങ്ങൾ എന്തിനാ എന്നോട് സോറി പറയുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അതിശയമായിരിക്കുന്നു. ബോക്സറേട്ടാ, ഷോക്ക് അടിച്ചപ്പോ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടുന്ന ആളല്ലേ. നിങ്ങൾ ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. മോട്ടു റെഡി? അതെ പത്ലു, ഞാൻ റെഡിയാണ്. ബോക്സറിന് എന്താ സംഭവിച്ചത്? ദേഷ്യപ്പെടാതെ ഫുൾ കൺട്രോളിലാണല്ലോ. ബോക്സറിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ ബോക്സറേട്ടാ, നിങ്ങൾ എന്തായി ചെയ്തത്? ആരാ ബോക്സർ? നമ്പർ 1 നമ്പർ 2 ബോക്സറിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മിഡിലെ ഓബ്ലാക്കേറ്റിൽ എന്തോ സംഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നീ എന്റെ ബോഡി ഗാർഡാണെന്നുള്ള കാര്യം മറന്നുപോയ ബോക്സർ? എത്ര നേരമായി ഞാൻ നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? നീ ഇവിടെ ടൈം പാസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതൊക്കെ ചെയ്തു തീർക്കാതെ നീ എങ്ങോട്ടും പോകാൻ പാടില്ല. ഞാൻ പോകില്ല, ഞാൻ ഒരിടത്തും പോകില്ല. ഞാൻ നിങ്ങളുടെ ബോഡി ഗാർഡല്ലേ. വന്നാലും ബോസ്, വന്നാലും. ഫോളോ മീ, ലെഫ്റ്റ് റൈറ്റ്. അല്ല പത്ലു, ഈ ബോക്സർ എന്തിനാ ജോണിന്റെ സേവകനായിട്ട് നടക്കുന്നത്? ബോക്സർ, നോക്ക്, ഇവരാണ് ബോട്ടുവും പത്ലുവും. ഇവന്മാർ എന്റെ ജീവിതത്തിലെ ഭയങ്കര പാരകളാ. ഇവന്മാരെ രണ്ടുപേരെ ഒന്ന് പരിഗണിച്ചിട്ട് വാ. ചെല്. ഓക്കേ സാർ. ഇതാ നിങ്ങൾ രണ്ടുപേർക്കുമായി. ഓ, എന്തോ ഈ കാണിക്കുന്നത്? അവന്മാരെ പരിഗണിക്കാൻ പറഞ്ഞാൽ ചായ സമോസം കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്. അവന്മാരെ രണ്ടുപേരെയും വെരി സോറി ബോസ്. ഇപ്പൊ തന്നെ ശരിയാക്കാം. ചായക്കടക്കാരാ, ബക്കറ്റും സോപ്പും ഒന്ന് എടുത്തു തരാവോ? ഓ, ഇയാളെന്തെല്ലാം തെറ്റായി മനസ്സിലാക്കുന്നത്. ബോക്സർ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇടി കൊടുക്കാനാ. നോക്ക, ഇവിടെ ഒരു ഇടി, ഇങ്ങനെ ഒരു ഇടി. സോറി സാർ, വെരി സോറി. ഇതാ ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. എന്റെ അമ്മ, വണ്ടി വിട്ടിറങ്ങ്. എടോ, വണ്ടി വിട്ടിറങ്ങാൻ. എന്റെ അമ്മ. എടോ മോട്ടു പത്ലു, നിങ്ങൾ എന്തിനാ വെറുതെ എപ്പോഴും എന്റെ പുറകെ വന്നിങ്ങനെ വീഴുന്നത്? നിങ്ങൾ എപ്പോ വന്നാലും പ്രശ്നങ്ങൾ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് വന്നോളും അല്ലേ? സോറി ചിങ്കം സർ, വെരി സോറി. പക്ഷെ ആ ജോണും ബോക്സറും ഇപ്പൊ ഭയങ്കര കൂട്ടായിരിക്കുകയാണ്. ബോക്സർ ജോണ് പറയുന്നത് കേട്ട് ഞങ്ങളെ തല്ലിക്കൊണ്ടിരിക്കുക. എന്റെ അമ്മോ, ബോക്സറേട്ടനോ പിന്നെ ജോണോ? വൈ ഫിയർ വെൻ ചിങ്കം ഈസ് ഹിയർ? ഞാൻ ഇപ്പൊ തന്നെ ചെന്നിട്ട് അവന്മാരൊന്ന് കാണട്ടെ, ഇപ്പൊ തന്നെ. ജോൺ പിന്നെ ബോക്സറേട്ടാ, നിങ്ങൾ രണ്ടാളും എന്തിനാ ആവശ്യമില്ലാതെ ഈ മോട്ടുവിനെ പിടിച്ച് തല്ലിയത്? ഡോണ്ട് ഫർഗെറ്റ്, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ബോക്സർ, അയാളുടെ ഇമ്പോസിബിൾ ഒക്കെ തകർത്തേക്ക്. ഏയ്, പോലീസിനോട് ആരും ഇതുവരെ ബോക്സിംഗ് നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയവരെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്റെ അമ്മ.
ആരാ നിങ്ങളെയൊക്കെ ശരിക്കിട്ടിങ്ങനെ പെരുമാറിക്കുന്നത്? എന്റെ വലിയേട്ടാ, ഞാൻ ഇലക്ട്രിക് പോസ്റ്റിൽ കയറി കറണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ബോക്സർ അവിടെ വന്നിട്ട് ബോക്സറിന് ഷോക്ക് അടിച്ചു. അതിനുശേഷം ബോക്സർ എന്റെ രോഗികളാണെങ്കിൽ സത്യം ബോക്സർ ഒരു വലിയ വള്ളിയാ പിടിച്ചിരിക്കുന്നത്. അയാളുടെ മെമ്മറി ലോസ് ആയിരിക്കുകയാണ്. അതാ ജോഡ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ജഡ്ക പറഞ്ഞത് വളരെ ശരിയാണ്. ഷോക്ക് അടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ആലോചിക്കായിരുന്നു, ബോക്സറേട്ടൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തത് കണ്ടിട്ടേയില്ല. അതൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ബോക്സറിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരൂ. പക്ഷെ വേഗം വേണം. അതിനുശേഷം അയാളെ ഞാൻ ഇവിടെ കെട്ടിയിട്ട് എല്ലാം ശരിയാക്കി തരാം. നീ താങ്ക് യു വലിയേട്ടാ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ചെന്ന് വേഗം ആ ബോക്സറിനെ ഇങ്ങോട്ട് വരാം. ഓഹോ, നിങ്ങൾ വീണ്ടും എത്തി അല്ലേ? മേടിച്ചിടിയൊന്നും മതിയായില്ലെന്നുണ്ടോ? ബോക്സർ സ്റ്റാർട്ട് ബോക്സിംഗ്. എടാ എടുപിടി ബോക്സറെ, വാടാ. പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങളെ പിടിച്ചോ. വലിയേട്ടാ, സമയം ഒട്ടും കളയാതെ ഈ ബോക്സറിനെ വേഗം റെഡിയാക്കാൻ നോക്ക്. ഇനിയുള്ള കാര്യം ഓർത്തൊന്ന് നിങ്ങൾ പേടിക്കണ്ട. ബോക്സറെ നിങ്ങളുടെ കയ്യിൽ നല്ല ചുണക്കൂട്ടനായിട്ട് ഞാൻ എത്തിച്ചാ പോരെ. പൊളിച്ചെടുത്തല്ലോ ബോക്സറേട്ടോ, എല്ലാം പൊളിക്കാണല്ലോ. ഇനിയിപ്പോ നമ്മളെ കാരണം രക്ഷിക്കാൻ ഇത് എന്താ പറ്റിയത് നിങ്ങൾക്കൊക്കെ? നിങ്ങൾ എന്താ ആകാശത്തൂടെയാണോ ഇപ്പൊ സഞ്ചരിക്കുന്നേ? ഒന്ന് ചോദിക്കണ്ട ചായക്കട ചേട്ടാ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മോട്ടു, നീയൊന്നും നിർത്തുന്നുണ്ടോ? ആദ്യം നീ സമൂസ കഴിക്കാൻ നോക്ക്, എന്നിട്ട് നീ നിന്റെ പണി തുടങ്ങ്. പത്തുലു ശരിയാണ് പറഞ്ഞത്. അവന്റെ ഇടി മേടിക്കാൻ എനിക്ക് വയ്യ. ഇതിനുടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബോക്സർ, മൈതാനത്തിലേക്ക് വരൂ. ഓയ് മോട്ടു, ചങ്കേ ബ്രോ, നിന്റെ ബോക്സിംഗ് ഗ്ലൗസ് ആണെങ്കിൽ സത്യം നീ ഇതിൽ ജയിക്കണം. മോട്ടു, അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും ആലോചിക്കണ്ട. മോട്ടു, ഒരു മിനിറ്റ് ഒന്ന് നിർത്തിവെക്കേ. ഈ ബോക്സിംഗ് കോമ്പറ്റീഷൻ എപ്പോഴാ തുടങ്ങിയത്? ഒന്ന് പറഞ്ഞതാ. ആരാ ഓർഗനൈസ് ചെയ്തത്? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോടാ. ബോക്സർ ശരിയായേ, ബോക്സർ ചേട്ടൻ ശരിയായേ. ടക്ക് ചിക്ക, ടക്ക് ചിക്ക. ഏയ്, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നേ? എന്നോട് കാര്യം പറ. മോട്ടു, നീ ആയിരിക്കും ഇതിന് കാരണക്കാരൻ. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? എന്റെ കയ്യിൽ നിന്ന് ഇടി കൊണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷോ? ഇത് എന്ത് സീനാ നിങ്ങൾ കാണിക്കുന്നേ? ബോക്സർ, ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ? വേഗം വാ, നമുക്ക് അടുത്ത ബാങ്കിൽ കൊള്ളയടിക്കാനുള്ളത്. ഫുർഫുറി നഗരത്തിലെ
ചില്ലറുകൾ മുഴുവനും കൊള്ളയടിക്കണം. ബോക്സർ ചേട്ടാ, നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയം നോക്കി ജോൺ നിങ്ങൾ അവന്റെ മോഷണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളും അവനെ പോലെ ഒരു കള്ളനാവുകയായിരുന്നു. ജോണിന് ഇത്രയ്ക്ക് ധൈര്യമോ? എന്നെ യൂസ് ചെയ്തിട്ട് അവൻ എല്ലാം കൊള്ളയടിച്ചെന്നോ? ഏതായാലും എനിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയല്ലോ. എന്റെ ഓർമ്മശക്തി ഇതാ ഞാൻ കളയാൻ പോവുകയാ. ഇന്നാ പിടി, ഇന്നാ പിടി, ഇന്നാ പിടി. ചിങ്കം സാറേ, എന്നെ രക്ഷിക്കണേ, ഈ തടിയൻ എന്നെ ഓടിക്കുവാണ്. ചിങ്കം സാറേ, വേഗം വന്ന് രക്ഷിക്കേ, അല്ലെങ്കിൽ ഇവരെന്നെ ഇടിച്ച് സൂപ്പാക്കും. വേഗം ചിങ്കം സാറേ, എന്നെ ജയിലിൽ അടയ്ക്കാം. Watch India's largest kids library only on Geo Hotstar. Download the app now.